OnePlusന്റെ ഏറ്റവും വിലക്കുറവുള്ള മോഡൽ ഫോൺ ഏത് എന്ന് ചോദിച്ചാൽ അത് OnePlus പുറത്തിറക്കുന്ന നോഡ് സിഇ ലൈറ്റ് സീരീസ് ആണ്. അത്തരത്തിൽ അവരുടെ ഏറ്റവും പുതിയ നോഡ് സിഇ ലൈറ്റ് ഫോൺ വന്നിരിക്കുന്നു. OnePlus നോഡ് സിഇ 6 ലൈറ്റ് എന്ന പേര്. ഇതിനു മുമ്പ് OnePlus നോഡ് 6 പുറത്തിറക്കി, നോഡ് 6 സിഇ പുറത്തിറക്കി, ഇപ്പോൾ ഇതാ നോഡ് 6 സിഇ ലൈറ്റ് എന്ന ഫോൺ പുറത്തിറക്കി. ഞാൻ ഈ പറഞ്ഞ പോലെ OnePlusന്റെ നമുക്ക് വാങ്ങാവുന്ന ഏറ്റവും വില കുറവുള്ള സീരീസ് ആണ് ഈ ഒരു മോഡൽ. നോക്കി കാണാൻ നല്ല ലുക്ക് ഉണ്ട്. സാധാരണ OnePlus ഫോണുകളുടെ വിഡ്ത്ത് അല്ല ഈ ഒരു ഫോണിന്, കുറച്ചുകൂടി ഒരു വിഡ്ത്ത് കുറവുണ്ട്. സാധാരണ OnePlus ഫോണുകൾ കുറച്ചുകൂടി ബൾക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു കൈക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീതി കുറഞ്ഞ നീളം കൂടിയ തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ഒരുപാട് കുറവായതുകൊണ്ട് തന്നെയും നമ്മൾ സാധാരണ OnePlus ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ ഇത് വാങ്ങുന്നവർ തയ്യാറാകണം. ഈ ഒരു ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ ഈ കാണുന്ന ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇതിന്റെ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഈ ക്യാമറ മൊഡ്യൂളൊക്കെ കണ്ടിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോണായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ലുക്ക് വൈസ് തോന്നുന്നുണ്ട്. ഇതിനകത്ത് ഡ്യുവൽ നാനോ സിം കാർഡ് ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ തിക്നെസ് വന്നിട്ട് 8.5 മില്ലിമീറ്റർ മാത്രമാണ്. അതുപോലെ വെയിറ്റ് വന്നിട്ട് 208 ഗ്രാം വെയിറ്റ് ഉണ്ട്. സാധാരണ ഞാൻ 200 താഴെയുള്ള ഫോണുകളാണ് ഒരു ഐഡിയൽ വെയിറ്റ് ആയിട്ട് കരുതുന്നത്. പക്ഷേ ഇതൊരു അല്പം വെയിറ്റ് കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എനിക്ക് ഇതിന്റെ ആ ഫോം ഫാക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ വിഡ്ത്ത് കുറഞ്ഞ് നീളം കൂടിയ ഒരു ഫോം ഫാക്ടർ. ഞാൻ പറഞ്ഞില്ല, വളരെ സിമ്പിൾ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഫോൺ. ഇപ്പോൾ വരുന്ന പല ഫോണുകളും ഇങ്ങനെ ഒന്നുമല്ലേ, ക്യാമറ മൊഡ്യൂളൊക്കെ തല ഇരിച്ചു വെച്ച് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. ഇത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ള ചില ഫോണുകളുടെ അല്ലേ വളരെ സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡിസൈനിൽ എന്ന് വേണം പറയാം. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ OnePlusന്റെ ഈ ഒരു ഫോണത്ത് LCD ഡിസ്പ്ലേ ആണ്. എനിക്ക് തോന്നുന്നു OnePlusന്റെ LCD ഡിസ്പ്ലേ വരുന്ന ഈ ഒരു സീരീസിൽ മാത്രമേ കാണത്തുള്ളൂ എന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രൈസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, OnePlusന്റെ ഈ നോഡ് സിഇ ലൈറ്റ് സീരീസ് 2 വർഷം മുമ്പെയാണ് ഇറങ്ങിയത്. OnePlus നോഡ് സിഇ 4 ലൈറ്റ് ആണ് ലാസ്റ്റ് ഇറങ്ങിയത്. നോഡ് 5 സിഇ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നോഡ് 6 സിഇ ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 വർഷം ശേഷമാണ് ഈ ഒരു ലൈറ്റ് വെർഷൻ പുറത്തിറങ്ങുന്നത്. അപ്പോൾ 6.72 ഇഞ്ചിന്റെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഉണ്ട്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LCD ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് നോക്കിയാൽ നമുക്ക് ക്യാമറയിലൂടെ നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ ചെറിയൊരു ഫ്ലിക്കറിംഗ് ഒക്കെ ക്യാമറയിലൂടെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ LCD ഡിസ്പ്ലേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് കണ്ണിന് കുറച്ചും കൂടെ സ്ട്രെയിൻ കുറവ് LCD ഡിസ്പ്ലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വരകൾ വീഴാനുള്ള സാധ്യത AMOLED ഡിസ്പ്ലേയിലാണ് കൂടുതൽ. LCD ഡിസ്പ്ലേയിൽ അങ്ങനെ വരകൾ അധികം വീഴത്തില്ല എന്നും കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് 1000 നിറ്റ്സ് ആണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ. നോക്കി ഞാൻ ഇവിടെ ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പകുതി ബ്രൈറ്റ്നസിൽ മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 7400 Apex എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. 8GB റാമും 256GB ഇന്റർണൽ സ്റ്റോറേജും വരെ മാക്സിമം നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 3.1 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നത്. കാരണം ഏകദേശം 1 മില്യൺ ANTUTU സ്കോർ ഒക്കെ നൽകുന്ന ഒരു പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് OnePlus നൽകിയിരിക്കുന്നത്. അതുപോലെ ബാറ്ററിയും അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. കാരണം 7000 mAh ബാറ്ററി കപ്പാസിറ്റി ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ OnePlus പെർഫോമൻസിനും ബാറ്ററിക്കുമാണ് ഏറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പെർഫോമൻസ് കാര്യമായിട്ട് പല OnePlus ഫോണുകളും ബൂസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ബാറ്ററി 9000 mAh ഒക്കെ OnePlus ഫോണുകളിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രൈസ് പോയിന്റിൽ പോലും 7000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഫോണിനുണ്ട്. 45 വാട്ടിന്റെ ചാർജർ ബോക്സിലുണ്ട്. 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോണിൽ നിന്ന് ഒരു C2C കേബിൾ ഉപയോഗിച്ചുകൊണ്ട് 10 വാട്ടിന്റെ സ്പീഡിൽ നമുക്ക് മറ്റൊരു ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതൊരു 7000 mAh പവർ ബാങ്ക് പോലെയും യൂസ് ചെയ്യാമെന്ന് ചുരുക്കുക. ക്യാമറകളെ പറ്റി പറഞ്ഞാൽ ബാക്കിൽ 2 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ 3 ക്യാമറ ഉണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആരും തോന്നിപ്പോകും. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി പഞ്ച് ഹോൾ ആണ്, വാട്ടർ ഡ്രോപ്പ് ഒന്നുമല്ല, പഞ്ച് ഹോൾ ആയിട്ട് 8 മെഗാപിക്സലിന്റെ ഒരു സെൽഫി സെൻസറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാം. അതുപോലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുൾ HD 30 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സെൽഫി ക്യാമറയിൽ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് 4K സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഓർക്കണം. എല്ലാം ഫോണിന്റെ പ്രൈസുമായിട്ട് വേണം കൂട്ടി വായിക്കാൻ. അതുപോലെ ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 16 ColorOS 16 വരുന്നത്. 2 ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. ആൻഡ്രോയിഡ് 18 വരെ പോകും. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ ലഭിക്കും. ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. കുറച്ച് പ്രീമിയം ആപ്പ് ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക് തുടങ്ങിയ ChatGPT ഉണ്ട്. സാധാരണ OnePlus ഫോണിൽ കാണാത്ത അധികമായി കാണുന്ന ഒരു ആപ്പ് എന്ന് പറയുന്നത് ChatGPT ആണ്. അപ്പോൾ അത്രയും ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. ഒരുവിധം ക്ലീൻ ആണ് ഇതിന്റെ യൂസർ ഇന്റർഫേസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും.
ഫോണിന് സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും കൊള്ളാൻ, കുഴപ്പമില്ല. തിരക്കേടില്ലാത്ത സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. അതുപോലെ ഫിംഗർ പ്രിന്റ് സംവിധാനം നമുക്കറിയാം, AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ ഇൻ ഡിസ്പ്ലേയിൽ വരും. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിനകത്ത് ചെറിയൊരു കുറവുണ്ട്. NFC സപ്പോർട്ട് ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിനകത്ത് OnePlus കൊടുത്തിട്ടില്ല. ഈ സിം സപ്പോർട്ടും വയർലെസ് ചാർജിംഗ് ഒന്നും പിന്നെ പറയേണ്ട കാര്യമില്ല. അതൊന്നും ഈ പ്രൈസ് പോയിന്റിലൊന്നും നമുക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. വിവിഡ് മിന്റ്, ഹൈപ്പർ ബ്ലാക്ക് എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. ഇതാണ് വിവിഡ് മിന്റ് എന്ന് പറയുന്ന കളർ വേരിയന്റ്. ബൈപാസ് ചാർജിംഗ് സംവിധാനവും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ചാർജിംഗ് കേബിൾ കണക്ട് ചെയ്തിട്ടുകൊണ്ട് നമുക്ക് ഗെയിം കളിക്കാം. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനല്ല ആ ചാർജ് കയറുന്നത്, നേരെ മറിച്ച് ഫോൺ സ്റ്റഡി ആയിട്ട് നിർത്തുന്നതിന് ആ ഒരു ചാർജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബൈപാസ് ചാർജിംഗ് എന്ന് പറയും. അത്തരം സംവിധാനം വരെ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിന്റെ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഒരു റിവ്യൂ അല്ല. കുറച്ചുകൂടെ യൂസ് ചെയ്തതിന്റെ ക്യാമറ എങ്ങനെയുണ്ട്, ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഹീറ്റിംഗ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് ഇതിന്റെ ഒരു എംബാർഗോ കൊണ്ട് പറയാൻ പറ്റത്തില്ല. അത്തരം കാര്യങ്ങൾക്ക് അതുകൊണ്ട് കടക്കുന്നില്ല. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് കൂടി നമുക്കൊന്ന് ഗസ് ചെയ്യണം. കാരണം OnePlusന്റെ നോഡ് C4 ലൈറ്റ് എന്ന് പറയുന്ന 2 വർഷം മുമ്പ് ഇറങ്ങിയ ഇതിന്റെ പിൻഗാമി ഉണ്ടല്ലോ, അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 18,000 രൂപയ്ക്കാണ് ഇപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു 19,999 രൂപയ്ക്ക് സെല് ചെയ്താൽ അടിപൊളിയാണ്. പക്ഷേ ആ വിലയ്ക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ച് വരെയൊക്കെ പോകാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു 19,999 രൂപയ്ക്ക് ബേസ് വേരിയന്റ് ഓഫറിലെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റിയാൽ അടിപൊളിയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ പ്രൈസ് നിലവിൽ എനിക്കറിയില്ല. വില ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഗൂഗിൾ ചെയ്താൽ പുറത്ത് വില വന്നിട്ടുണ്ടാവും, അപ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യണേ. വെറുതെ ഞാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.